ഗതികെട്ടിട്ടാണ് ഒടുക്കം ശരണ്യ ശരത്തിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. വീട്ടിൽ ആരുമില്ലാത്ത നേരത്ത് ഫോൺ കയ്യിലെടുത്ത് ശരണ്യ മടിയോടെയാണെങ്കിലും ശരത്തിനെ ഫോൺ ചെയ്തു. അവൾ കരയുകയായിരുന്നു. ശരത്ത് കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫോൺ തുടർച്ചയായി അടിക്കുന്നത് കേട്ടിട്ടാണ് സത്യഭാമ അങ്ങോട്ടേക്ക് വരുന്നത്. എടാ, ഫോൺ അടിക്കുന്നത് കേട്ടില്ലേ നീ? ഒന്ന് വന്ന് എടുക്കരുതോ? സത്യഭാമ അവൻ്റെ മുറിയിലേക്ക് കടന്നു ചെന്ന് നോക്കിയപ്പോൾ ശരത്ത് കുളിക്കുകയായിരുന്നു. അത് കണ്ടതും ഫോൺ കയ്യിലെടുത്തത് ആരാണെന്ന് നോക്കി. അതിൽ ശരണ്യയുടെ നമ്പർ കണ്ടതും അവരുടെ ഉള്ളം പിടച്ചു. ധൃതിയിൽ അവർ ആ ഫോൺ എടുത്ത് സംസാരിക്കാൻ തുടങ്ങി. ഹലോ ശരത്ത്, ഇത് ഞാനാണ് വിളിക്കുന്നത്, ശരണ്യ. കരച്ചിലിൻ്റെ ഇടയിലായിരുന്നു ശരണ്യ അത് പറഞ്ഞൊപ്പിച്ചത്. സത്യഭാമയ്ക്ക് ശ്വാസം വിലങ്ങി. മോളെ, ശരണ്യ മോളെ, നിനക്ക് സുഖമാണോടി? അവളുടെ ശബ്ദം കേട്ട പാടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് സത്യഭാമ ചോദിച്ചു. അപ്പുറത്ത് അമ്മയാണെന്ന് തിരിച്ചറിഞ്ഞതും ഒരു നിമിഷം ശരണ്യ നിശബ്ദയായി. അവൾക്ക് മനസ്സിലെ വാക്കുകൾ പ്രയാസം നേരിട്ടു. അമ്മ ഇപ്പോൾ ജയിലിൽ നിന്നും ഇറങ്ങി. ശരണ്യ വല്ലാത്തൊരു ഭയമോ വിറയലോടുകൂടി കലർന്ന ശബ്ദത്തിൽ ചോദിച്ചു. ഞാൻ കുറച്ച് ദിവസങ്ങളായി മോളെ ഇറങ്ങിയിട്ട്. നിദ്രമോള് പറഞ്ഞിട്ട് ഗായത്രി ദേവി കേസ് പിൻവലിച്ചു. അങ്ങനെയാണ് ഞാൻ ഇറങ്ങിയത്. അമ്മയുടെ നിദ്രമോൾ എന്നുള്ള പ്രയോഗം കേട്ടതും ശരണ്യൻ സ്തബ്ധയായി. അമ്മയ്ക്ക് അവളോടുണ്ടായ വിരോധമൊക്കെ തീർന്നു. പക്ഷേ അതൊന്നും ആലോചിക്കാൻ അവൾക്ക് നേരം തികയില്ലായിരുന്നു. ഏത് നിമിഷവും ഇന്ദിരയും വിനീതയും വന്നേക്കാം. അമ്മയുടെ മോൾക്ക് സുഖമാണോ? അവിടെ നല്ലതുപോലെ നോക്കുന്നുണ്ടോ നിന്നെ ആ പയ്യൻ? സത്യഭാമയുടെ ഉദ്യോഗം തുളുമ്പുന്ന സ്വരം കേട്ടതും ശരണ്യ പൊട്ടിക്കരഞ്ഞു. അത് കേട്ടതും സത്യഭാമയുടെ നെഞ്ചിടറി. ഞാൻ അമ്മയോട് ചെയ്ത തെറ്റിനുള്ള ശിക്ഷ എനിക്ക് കിട്ടിയമ്മേ. ആരോടും പറയാതെ ഇറങ്ങിപ്പോകുന്നതിനുള്ള ശിക്ഷയാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെന്നെ കൊല ചെയ്തുകൊണ്ടിരിക്കുകയാണമ്മേ. എനിക്ക് വയ്യ. ഇനിയും ഇവിടെ നിന്ന ഞാൻ ചത്തുപോകും. എന്നെ വന്നൊന്ന് കൊണ്ടുപോ. ശരണ്യ ആർത്തലച്ച് കരയുന്നത് കേട്ടപ്പോൾ സത്യഭാമ ഞെട്ടിപ്പോയി. നീ എന്താ പറയുന്നത്? തെളിച്ച് പറ മോളെ. ശരണ്യ അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെയും വള്ളി പൊള്ളി വിടാതെ അമ്മയോട് പറഞ്ഞു ധരിപ്പിച്ചു. സത്യഭാമയ്ക്ക് എല്ലാം കൂടി കേട്ടപ്പോൾ തലക്കടികിട്ടിയത് പോലെയായി. നീയെങ്കിലും നന്നായി ജീവിക്കുകയായുമെന്നാ മോളെ ഞാൻ കരുതിയത്. നിനക്കും ഈ ഗതി തന്നെ വന്നല്ലോ. എല്ലാം എൻ്റെ തെറ്റാ അമ്മേ. ആ സ്വർണവും പണവുമൊക്കെ പോയി. അന്നമ്മയെ പോലീസ് കൊണ്ട് പോകുന്നതിന് പകരം നമുക്ക് ആ കടം ഇതുകൊണ്ട് തീർത്തെങ്കിൽ ഇങ്ങനെയൊന്നും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. ഒന്നും നീ എന്നോട് ചെയ്തതിന് തെറ്റല്ല മോളെ. എല്ലാം നമ്മൾ നിദ്രമോളോട് ചെയ്ത തെറ്റുകൊണ്ട് വന്ന കർമ്മഫലമാണ്. എന്നിട്ടും എല്ലാ തെറ്റിനും അവൾ എന്നോട് ക്ഷമിച്ചു. നീ ഇനി ആ പണം സ്വർണവും ഒന്നും നോക്കണ്ട. ഇങ്ങോട്ട് പോര്. അതൊന്നുമല്ലെങ്കിലും നമുക്ക് അവകാശപ്പെട്ടതല്ലല്ലോ. സത്യഭാമ പറയുന്നത് കേട്ട് ശരണ്യ ഞെട്ടിപ്പോയിരുന്നു. അമ്മ എന്തീ പറയുന്നത്? ഇതൊക്കെയും നമുക്ക് വന്ന് ഭവിച്ചതുപോലും അവൾ ഒറ്റൊരുത്തി കാരണമാണ്. അവൾ പറഞ്ഞിട്ടാണല്ലോ ആ ഗായത്രി ദേവി നമുക്കെതിരെ കേസിന് പോയത്. എന്നിട്ടാണോ അമ്മ അവളെ ഇങ്ങനെ പറയുന്നത്? ഞാൻ ഇവിടെ നിന്നും ഇറങ്ങുന്നത് പോലും അവൾക്കിട്ട് നല്ലൊരു പണി കൊടുക്കാൻ തന്നെയാണ്. ഇത്രയും നാളും കൊടുത്ത പാളിപ്പോയ പണികൾ പോലെയല്ല, നല്ല ചിമിട്ടൻ പണി. അമ്മ ധൈര്യമായിരിക്ക്. വെറുതെ അവളുടെ അടിമയാകാനൊന്നും എനിക്ക് വയ്യ. ധാർഷ്ട്യം നിറഞ്ഞ സ്വരത്തിൽ ശരണ്യ പറയുന്നത് കേട്ടപ്പോൾ സത്യഭാമയുടെ മനസ്സിൽ ദേഷ്യം നിറഞ്ഞു. വിരോധം വെച്ചുകൊണ്ടിരിക്കാനാണെങ്കിൽ നീ അവിടെ തന്നെ ഇരുന്നോ ശരണ്യ. ഈ സ്വഭാവം കൊണ്ട് നീ ഇങ്ങോട്ട് വന്നാലും ശരിയാകില്ല. അല്ലെങ്കിലും ശരത് എന്നോട് പറഞ്ഞതായിരുന്നു നിന്നെപ്പറ്റി ഒന്നും അന്വേഷിക്കാൻ പോകണ്ട എന്ന്. എന്നിട്ടും എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു? നീ ഇങ്ങോട്ട് വരികയും വേണ്ട. ഞാനായിട്ട് നിന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വരാനും പോകുന്നില്ല. അമ്മേ. ഞെട്ടലോടെ ശരണ്യ വിളിച്ചു. അപ്പോഴേക്കും സുനിൽ ശരണ്യ ആരൊക്കെ ഫോൺ വിളിക്കുന്നത് കണ്ടിട്ട് അങ്ങോട്ട് പാഞ്ഞു വന്നു. മുഖമടച്ചൊരറ്റടിയായിരുന്നു അവൻ്റെ ആദ്യത്തെ പ്രവൃത്തി. ഞാനില്ലാത്ത നേരത്ത് ഏതവനാടി നീ കിടന്ന് വിളിക്കുന്നത്? ഫോൺ തറയിൽ വീണ് ചിതറുന്ന ശബ്ദം കേട്ടിട്ടാണ് സത്യഭാമ ശരണ്യയുടെ ഫോൺ കട്ടാക്കിയത്. അവരുടെ നെഞ്ചു പിടഞ്ഞെങ്കിലും പിന്നീട് അവർ തിരികെ വിളിക്കാനും ഒന്നിനും ശ്രമിച്ചില്ല. അപ്പോഴേക്കും ശരത്ത് കുളി കഴിഞ്ഞിറങ്ങി വന്നിരുന്നു. ആരായിരുന്നു അമ്മേ ഫോണിൽ? കുളിമുറിയിൽ നിന്നും തല തുവർത്തിക്കൊണ്ട് ശരത്ത് വരുന്നത് കേട്ട് സത്യഭാമ നിർവികാരമായ മുഖത്തോടെ അവനെ നോക്കി. ശരണ്യ. തണുത്ത സ്വരത്തിൽ സത്യഭാമ പറയുന്നത് കേട്ടപ്പോൾ ഞെട്ടലോടെ ശരത് അവരെ ഒന്നുകൂടെ നോക്കി. നീ പറഞ്ഞത് ശരിയാണ് മോനെ. അവളൊന്നും ഒരു കാലത്തും നന്നാവാൻ പോകുന്നില്ല.
മറ്റൊന്നും വിശദീകരിക്കാൻ നിൽക്കാതെ സത്യഭാമ അവിടെ നിന്നും ഇറങ്ങി പോകുന്നത് നോക്കി ശരത്ത് അന്തം വിട്ടു നിന്നു. സാറെ അവളുടെ അമ്മ വന്ന് കൊണ്ടുപോയിരുന്നു. ആൽവിൻ അവളെ കാണാൻ ശ്രമിച്ചപ്പോഴും സാർ അതിനെ കൂട്ടാക്കിയില്ല. അവനെ തഴഞ്ഞു പോയതുകൊണ്ടാണ് തനിക്ക് ഈ ഗതി വന്നെന്നുള്ള ചിന്താഗതി അവളുടെ മനസ്സിൽ കടന്നുകൂടിയിരുന്നു എപ്പോഴോ. ഇനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ലെന്ന സത്യാവസ്ഥ അവളെ അടിമുടി തളർത്തി. മുഴുവനായും മനസ്സ് തകർന്നു പോയവളിൽ പിന്നീട് ഡിപ്രഷൻ കൂടി ബാധിച്ചതോടെ ഡോക്ടേഴ്സിന് തന്നെ അവളിൽ തീരെ പ്രതീക്ഷയില്ലാതെയായി. ഒരു തിരികെ മടക്കത്തിലേക്ക് സാറയും ആഗ്രഹിച്ചിരുന്നില്ല. ആൽവിൻ അവൻ്റെ കരിയർ മുഴുവനായും കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ വിജയം കണ്ടതോടെ സാർ അവന് ഡിവോഴ്സ് കൂടെ അനുവദിച്ചു കൊടുത്തു. ഇനിയുള്ള അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അവളൊരു തടസ്സമാകരുത് എന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. നിദ്രയുടെ എക്സാം എല്ലാം കഴിഞ്ഞ് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് റിസൾട്ട് വരാൻ കുറച്ചേറെ താമസമെടുത്തത് അവൾക്ക് ആശ്വാസമായി. അത്രയും വൈകിയല്ലേ രുദ്രനുള്ള ആ നാട്ടിൽ നിന്നും പോകേണ്ടതുള്ളൂ എന്നോർത്തവൾ അന്നത്തെ സംഭവത്തിനു ശേഷം ഒരിക്കൽ പോലും രുദ്രൻ അവളെ വിളിക്കുകയോ കാണാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. നിദ്ര അവനെ വിളിച്ച് സംസാരിച്ച് പ്രശ്നങ്ങൾ തീർക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ അതിന് വഴങ്ങിയില്ല. ഫോൺ എടുക്കാൻ കൂടെ അവൻ തയ്യാറായില്ല. കുറച്ചേറെ കാലയളവുകൾ വീട്ടിൽ തന്നെ വെറുതെ ഇരുന്ന് നിദ്ര മടുത്തു പോയിരുന്നു. TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു നിദ്ര. അത് റിമോട്ട് മാറി മാറി പ്രസ് ചെയ്തപ്പോൾ രുദ്രൻ്റെ തന്നെ സിനിമയിലെ ഒരു പാട്ട് വന്നതും നിദ്രയുടെ കൈകൾ നിശ്ചലമായി. പുതിയൊരു സിനിമയിലെ പാട്ടാണ്. ആവശ്യത്തിലധികം നായികയുമായി ഇഴകിച്ചേർന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന രുദ്രനെ കണ്ടതും അവളുടെ മുഖം കലുഷിതമായി. TV ഓഫ് ചെയ്തിട്ട് റിമോട്ട് അവൾ സോഫയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. അപ്പോഴാണ് ഗായത്രി ദേവിയുടെ വികാര നിർഭരമായ സ്വരം മുഴങ്ങിക്കേട്ടത്. നിദ്ര മോളെ, നീ എവിടെയാ? അവളുടെ മുറിയിൽ ചെന്നവളെ നോക്കിയിട്ടും കാണാതെ വന്നപ്പോൾ വീടാകെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണവർ. എന്താ അമ്മേ? ഗായത്രി ദേവി ഓടി വരുന്നത് കൊണ്ട് പരിഭ്രമം നിറഞ്ഞ സ്വരത്തിൽ ചോദിച്ചുകൊണ്ട് നിദ്ര അവരുടെ അടുത്തേക്ക് ചെന്നു. അവൾ അടുത്തെത്തിയതും ഗായത്രി ദേവി ആദ്യം ചെയ്തത് അവളുടെ ഇരുകവളിലും കൈകൾ അമർത്തി പിടിച്ച് നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കുകയായിരുന്നു. നിദ്ര കാര്യം എന്താണെന്നറിയാതെ അമ്പരന്ന് പോയിരുന്നു. റിസൾട്ട് വന്നു നിദ്ര, നീ പാസ്സായി മോളെ, നിനക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. ഗായത്രി ദേവിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞൊഴുകുകയായിരുന്നു. നിദ്രയ്ക്കും സന്തോഷം കാരണം തുള്ളിച്ചാടാൻ തോന്നിപ്പോയി. അവൾ നിറഞ്ഞ ചിരിയോടെ ഗായത്രി ദേവിയെ ഇറുക്കെ കെട്ടിപ്പിടിച്ചു. നിദ്രയുടെ റിസൾട്ട് വന്നതും അവൾ പാസ്സായതുമെല്ലാം രുദ്രനും അറിയുന്നുണ്ടായിരുന്നു. എന്നിട്ടും അവളെ വിളിച്ചൊന്ന് അഭിനന്ദിക്കാൻ അവർ അകൽച്ചയുള്ളത് പോലെ അവളെ കാണാതെ ഒന്ന് സംസാരിക്കാതെ രുദ്രൻ ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ അവളും പിടയുന്നുണ്ടാകുമെന്ന് അവനറിയാം. എന്നിട്ടും അവളെ അവളുടെ വഴിക്ക് വിട്ടത് അമ്മയും അച്ഛനുമായുള്ള അവളുടെ ബന്ധത്തിൽ വിള്ളലുകൾ വീഴരുതെന്ന് രുദ്രന് നിർബന്ധമുള്ളത് കൊണ്ടായിരുന്നു. അവൻ്റെ കൂടെ ഇറങ്ങി വരാൻ വിളിച്ച അച്ഛനെയും അമ്മയെയും തഴഞ്ഞവൾ വരില്ലെന്ന് ഉറപ്പുണ്ടായിട്ടും വിളിച്ചത് അമ്മയുടെ മനസ്സിലെ പ്ലാൻ പോലെ തന്നെ നടക്കട്ടെ എന്ന് കരുതിയാണ്. അമ്മ തന്നെ അംഗീകരിച്ചാലും അച്ഛൻ ഒരിക്കലും അതിന് തയ്യാറായെന്ന് വരില്ല. ആ മനസ്സിലെ മഞ്ഞുരുകണമെങ്കിൽ ഇനി എന്ത് വേണമെന്ന് രുദ്രനും അറിയില്ല. ഒടുവിൽ രുദ്രൻ അവളെ വിളിച്ച് അഭിനന്ദിക്കാൻ തന്നെ തീരുമാനിച്ചു. വേണ്ടെന്ന് എത്രയൊക്കെ കരുതിയിട്ടും അവനെ കൊണ്ട് കഴിയുന്നില്ലായിരുന്നു. ഹലോ നിദ്ര. രുദ്രൻ്റെ തണുത്ത സ്വരം കാതിൽ പതിച്ചപ്പോൾ നിദ്രയുടെ കണ്ണുകൾ നീരുറവ തെളിഞ്ഞു. ഹലോ. അതേ സ്വരത്തിൽ തന്നെ നിദ്രയുടെ പ്രതികരണം. കൺഗ്രാറ്റുലേഷൻസ്. രുദ്രൻ പറഞ്ഞത് കേട്ട് നിദ്ര ഒരു നിമിഷം നിശബ്ദയായിരുന്നു. ഒരിക്കലും ഇനി തിരികെ വിളിക്കുമെന്ന് കരുതിയതല്ല. എന്നിട്ടും അവൻ വിളിച്ചപ്പോൾ നിദ്രയ്ക്ക് തോന്നിയിരുന്നു ഇതിന് തന്നെയാകും വിളിക്കുന്നതെന്ന്. താങ്ക്സ്, നിദ്ര പറഞ്ഞു. പിന്നെയും അവൻ എന്തിനോ വേണ്ടി കാത്തു. ഫോൺ കട്ട് ചെയ്യാതെ കുറേ നേരം പരസ്പരം സംസാരിക്കാതെ വെറും നിശ്വാസങ്ങൾ മാത്രം ശ്രവിച്ചുകൊണ്ട്. എന്നാ പോകുന്നത്? UK. ഈ മാസം അവസാനത്തോടെ പോകും. അമ്മ എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പാസ്പോർട്ടൊക്കെ മുന്നേ എടുത്തു. ഇപ്പോൾ വിസയ്ക്കുള്ള പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. തണുത്ത സ്വരത്തിൽ നിദ്ര പറഞ്ഞപ്പോൾ രുദ്രനൊന്ന് നീട്ടി മൂളി. എന്നോട് ദേഷ്യമാണല്ലേ ഞാൻ കൂടെ വരാതിരുന്നതിന്? ഒടുക്കം നിദ്ര തന്നെ അവർക്കിടയിലെ മൗനം ഭഞ്ജിച്ചു. രുദ്രൻ സുദീർഘമായ ഒരു നിശ്വാസമെടുത്തു. ഒരിക്കലുമില്ല, നിന്നോടല്ല, എനിക്കിപ്പോൾ എന്നോട് തന്നെയാണ് ദേഷ്യം. അച്ഛനും അമ്മയും ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. അവരെനിക്കുള്ള ശിക്ഷ വിധിക്കുകയാണ്.
ഞാൻ നിന്നോട് ചെയ്തു പോയ തെറ്റുകൾക്കുള്ള ശിക്ഷ. നിന്നെ ദ്രോഹിച്ച എല്ലാവർക്കും തക്കതായ ശിക്ഷ കിട്ടിക്കഴിഞ്ഞല്ലോ. എന്നെ മാത്രമായി ദൈവം മാറ്റി നിർത്തുമോ? രുദ്രൻ വേദനയോടെ പറഞ്ഞു. നിദ്രയ്ക്ക് കരയണമെന്ന് തോന്നി. അരികിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ കൈത്തളം എടുത്തു വെച്ചവൾ സ്വന്തം കവിളിൽ ചേർത്തേനെ. അമ്മ പറയുന്നത് അനുസരിക്കൂ. പഠിച്ചു വലിയ ആളായിട്ട് വാ. എൻ്റെ നേർക്ക് നേരെ തല ഉയർത്തി നിൽക്കാൻ പാകത്തിന് വലിയ ഒരാൾ. അതാണ് അമ്മയുടെ ഉദ്ദേശമെന്നെനിക്ക് ഊഹിക്കാം. ചെറിയൊരു മന്ദഹാസത്തോടെ രുദ്രൻ പറഞ്ഞു. അമ്മ ഒരു കാര്യം നിശ്ചയിച്ച അത് നടത്തിയെടുക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും അവനറിയാം. എന്നിട്ടോ? നിർവികാരമായ നിദ്രയുടെ ചോദ്യം. എന്നിട്ട് അമ്മ പറയും പോലെ നല്ലൊരാളെ വിവാഹം കഴിച്ച് ജീവിക്കാം. അമ്മ നല്ലൊരുവനെ നിനക്ക് വേണ്ടി കണ്ടെത്തി തരും. രുദ്രൻ പറയുന്നത് കേട്ട് നിദ്ര പിടച്ചിലോടെ വിശ്വാസം വരാത്തതുപോലെ ഒരിക്കൽ കൂടി അവൻ പറഞ്ഞ വാക്കുകൾ ഓർമ്മയിൽ ചികഞ്ഞു. മറ്റൊരു വിവാഹമോ? എന്താ പറയുന്നെന്ന് വല്ല ബോധ്യവും ഉണ്ടോ നിങ്ങൾക്ക്? അവൾക്ക് ദേഷ്യം വരികയായിരുന്നു. നല്ല ബോധ്യമുണ്ട്. അമ്മയുടെ അടുത്ത പ്ലാന് അതുതന്നെയാകും. എന്നെനിക്ക് സമ്മതമല്ലെങ്കിലോ ജീവിതകാലം മുഴുവനും ഞാനിവിടെ കഴിഞ്ഞോളാമെന്ന് ഞാൻ അമ്മയോട് പറയും. അല്ലാതെ വേറൊരുത്തിന് മുന്നിലും തല താഴ്ത്തി കൊടുക്കില്ല. അതിന് നിങ്ങളെക്കാൾ എത്രയേറെ നല്ലവനായാലും. കിതപ്പോടെ പറഞ്ഞു കഴിഞ്ഞിട്ട് നിദ്ര ഫോൺ കട്ട് ചെയ്ത് കട്ടിലേക്ക് എറിഞ്ഞു. എന്നിട്ട് അതേപോലെ തന്നെ അവളും തലയിണയിൽ മുഖമർത്തി കിടന്ന് പൊട്ടിക്കരഞ്ഞു. ദിവസങ്ങൾ കൊഴിഞ്ഞു വീണോണ്ടിരുന്നു. പകലും രാത്രിയുമൊന്നും നിദ്ര അറിയാത്തതുപോലെ. രുദ്രൻ അരികിലില്ലാത്ത ദിനങ്ങൾ ഓരോന്നും അവൾക്ക് ഓരോ വർഷങ്ങൾ പോലെ കടന്നുപോയി. രുദ്രൻ്റെ അവസ്ഥയും വ്യത്യസ്തമല്ലായിരുന്നു. പോകും മുന്നേ ഒരു മാത്രയെങ്കിലും അവളെ കാണാൻ കഴിഞ്ഞെങ്കിലെന്നവന് ആഗ്രഹം തോന്നിയിരുന്നു. നിദ്രയറിയാതെ പലപ്പോഴും അവൻ അവളെ കാണാറുണ്ടായിരുന്നു. അവൾ അമ്മയുമായി പുറത്തു പോകുന്ന സന്ദർഭങ്ങൾ മനസ്സിലാക്കി വെച്ച് ഒരു നോക്ക് അവളെ കാണാൻ കിട്ടുന്ന അവസരങ്ങൾ അവൻ പാഴാക്കിയില്ല. ഒരിക്കൽ നിദ്ര പോകുന്നതും കൃത്യം 2 ദിവസം മുൻപ് ഗായത്രി ദേവി അവളോട് പുറത്തു പോകാൻ വേണ്ടി റെഡിയാകാൻ പറഞ്ഞതായിരുന്നു. നിദ്ര ഒരു ഓഷ്യൻ ബ്ലൂ നിറമുള്ള ചുരിദാറും അണിഞ്ഞ് അലസമായി വന്നു. അവളുടെ ഉന്മേഷക്കുറവൊക്കെയും എന്തുകൊണ്ടാണെന്ന് ഗായത്രി ദേവിക്ക് നന്നായി അറിയാം. എന്നിട്ടും അവരത് കാര്യമാക്കിയില്ല. മഹാദേവൻ വീട്ടിലധികം കാണാറില്ല. പലപ്പോഴും ബിസിനസ് ടൂറുകളിലും മറ്റുമായി തിരക്കിലാണ് അദ്ദേഹം. എങ്കിലും നിദ്രയെ യാത്രയാക്കാൻ എന്തായാലും വരുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. മാത്രമല്ല അവൾക്ക് വിദേശ രാജ്യമൊന്നും പരിചിതമാകും വരെ തൊട്ടടുത്ത് തന്നെയായി സഹായത്തിനായി ഉണ്ടാകുമെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്തത് അവൾക്ക് വലിയ ആശ്വാസമായി. എങ്ങോട്ടാ അമ്മേ പോകുന്നത്? കാറിൽ കയറി കഴിഞ്ഞപ്പോൾ നിദ്ര തിരക്കി. അതുവരെ ഒന്നും പറഞ്ഞിരുന്നില്ല ഗായത്രി ദേവി. അല്ലെങ്കിൽ പോകുന്നതിന് മുൻപ് ഇന്ന സ്ഥലത്തേക്കൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞാണ് വിളിച്ചുകൊണ്ട് പോകാറ്. ഇതിപ്പോൾ വേഗം തയ്യാറാക്, ഒരിടം വരെ പോയിട്ട് വരാമെന്നാണ് അവർ ആകെ പറഞ്ഞത്. അതൊക്കെയുണ്ട്, അവിടെ എത്തുമ്പോൾ നീ അറിഞ്ഞാൽ മതി, നിനക്കൊരു സർപ്രൈസാണ്. കണ്ണുകൾ ചുരുക്കി ചിരിച്ചുകൊണ്ട് അമ്മ പറയുന്നത് കേട്ടപ്പോൾ അവളുടെ ഉള്ളം തുടിച്ചു. അമ്മ ഇനി രുദ്രൻ്റെ അരികിലേക്കാണോ തന്നെ കൊണ്ടുപോകുന്നത് എന്ന് നിദ്ര സംശയിച്ചു. അങ്ങനെയാകാൻ വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷേ അവർ മണിക്കൂറുകളോളമുള്ള യാത്ര കഴിഞ്ഞെത്തിയത് ഒരു ആയുർവേദ മന്ദിരത്തിലായിരുന്നു. ഇതെന്താണ് ഇവിടെയെന്ന് നെറ്റിച്ചുളിച്ച് സംശയത്തോടെ നിദ്ര നോക്കി. അവൾക്കൊന്നും മനസ്സിലായില്ല. ഇവിടെ ഒരാളുണ്ട്, അവരെ കാണാതെ നീ പോകാൻ പാടില്ലെന്ന് എനിക്ക് തോന്നി. ശരിക്കും നീ തിരികെ വന്നിട്ട് അവരെ കണ്ടാൽ മതിയെന്നായിരുന്നു എനിക്ക്. പക്ഷേ വേണ്ട, ചിലപ്പോൾ വല്ലാതെ വൈകിപ്പോയാലോ, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ തന്നെ വന്നത്. ഗായത്രി ദേവി പറയുന്നത് മനസ്സിലാകാതെ നിദ്ര ചുറ്റും നോക്കുകയായിരുന്നു. ഒരുപാട് മരങ്ങൾ നട്ടിരിക്കുന്ന ആ മതിൽ കെട്ടിൻ്റെ ഉള്ളിൽ നിന്നും പ്രത്യേകതരം തണവ് ശരീരത്തിലേക്ക് അരിച്ചു കയറുന്നുണ്ട്. അവിടെ നിൽക്കുമ്പോൾ പോലും വല്ലാത്തൊരു ശാന്തിയും സമാധാനവും അനുഭവമാകുന്നു. അങ്ങിങ്ങായി നിറയെ കുഞ്ഞു കുഞ്ഞു കുടിലുകൾ. അവയെല്ലാം മുളം ചൂരൽ കൊണ്ട് നിർമ്മിച്ചവയാണ്. അതിലൊന്നിലേക്ക് ഗായത്രി ദേവി അവളെയും കൂട്ടി നടന്നു. ചെരിപ്പഴിച്ചു വെച്ച് വെറും മണ്ണിലൂടെ നടക്കുമ്പോൾ സുഖമുള്ള തണുപ്പ് തലയിലേക്ക് പോലും അരിച്ചിറങ്ങുന്നു. കുടിലിൻ്റെ അകത്ത് കയറിയപ്പോൾ ഒരു കട്ടിലും ദാരുചയും പോലെ കട്ടിലിൻ്റെ മേലെ ഒരു കുടവും മറ്റുമുണ്ട്. കട്ടിലൊരു സ്ത്രീ കിടക്കുന്നു. എങ്ങോ കണ്ട് പരിചയമുള്ളതുപോലെ അവരുടെ കണ്ണുകൾ കുഴിയിലാണ്ട് കിടക്കുന്നു. പാതി തളർന്ന ശരീരം. സ്വയം എഴുന്നേറ്റിരിക്കാൻ വയ്യാത്ത സ്ഥിതിയിലാണെന്ന് നിദ്ര അറിഞ്ഞു. അവരാ പഴയ സ്ത്രീയല്ല.
അവരുടെ വെറും നിഴല് മാത്രമാണെന്ന് അവൾക്ക് തോന്നി. അവരുടെ അരികിൽ പരിചാരകരായാണ് തോന്നിപ്പിക്കും വിധം ഒരു സ്ത്രീ നിന്നിരുന്നു. നിദ്രയെ തിരിച്ചറിഞ്ഞതുപോലെ കട്ടിലിൽ കിടന്നവളിൽ ഒരു ഞെട്ടലോ ഭയമോ വേർതിരിച്ചെടുക്കാൻ വയ്യാത്തൊരു തരം ഭാവം അവരിൽ നിദ്ര കണ്ടു. ഞെട്ടലോടെയാണ് നിദ്ര ഗായത്രി ദേവിയുടെ മുഖത്തേക്ക് നോക്കിയത്. അതെ, നിന്റെ എല്ലാ ദുർവിധികൾക്കും കാരണമായ ഇവൾക്ക് ദൈവം കൊടുത്ത ശിക്ഷ. ഇനി നിനക്ക് പറയാനുള്ളത് പറയാം ഇവരോട്. എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ.